Welcome, dear students. The next topic we discussed about adulteration of food. Here we discussed some common adulterants and the disease caused by them. We already learned about food adulteration. Food adulteration is defined as the act of intentionally debasing the quality of food offered for sale either by the mixing or substitution of inferior substances or by the removal of some valuable ingredient. Food is declared as adulterated if a substance is added which depreciates or injuriously affects it. Cheaper or inferior substances are substituted wholly or part in. Any valuable or necessary constituent has been subtracted wholly or in part. It is an imitation. It is decomposed. It is misbranded and given false labels. It is colored or otherwise treated to improve its appearance or if it contains any added substance injurious to health. For whatever reasons, its quality is below the standard. അപ്പോൾ ഒരു ഫുഡിനെ അഡൾട്ടേർഡ് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ അഡൾട്ടേർഡ് ഫുഡ്സൊക്കെ നമുക്ക് മർച്ചൻസിൽ നിന്നും ട്രേഡേഴ്സിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിക്കാറുണ്ട്. ചില ഫുഡുകളുടെ ഒറിജിനൽ ഫുഡുകളുടെ ഷോർട്ടേജും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതും കൺസ്യൂമർ ഡിമാൻഡ് കൂടുന്നതൊക്കെ ഇങ്ങനെ അഡൾട്രൻ്റ് ഫുഡുകളുടെ വിൽപ്പനയ്ക്ക് കാരണമാകുന്നു. കൂടാതെ ലാക്ക് ഓഫ് അവയർനെസ്, നെഗ്ലിജൻസ്, ഇൻഡിഫറൻസ് ആൻഡ് ലെതാജി എമംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻഅഡിക്വേറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫുഡ് ലോസ് ആൻഡ് ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് ഓൾസോ ലീഡ് ടു ഫുഡ് അഡൾട്രേഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ ഈ ഫുഡ് അഡൾട്രൻസ് ആയ അല്ലെങ്കിൽ മായം ചേർക്കുക എന്നതിനെ അത് എത്രത്തോളം ദോഷകരമാണ് എന്നുള്ള ഒരു അറിവില്ലായ്മ, മനഃപൂർവ്വം അതിനെക്കുറിച്ച് ബോധമില്ലായ്ക, ഈ ആഹാര നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഹാര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ തെറ്റിക്കുക, ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ മായം ചേർക്കൽ എന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ആക്ച്വലി ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്ലോ പോയ്സണിങ്. ഇതൊരു മാരകമായ ഒരു സ്ലോ പോയ്സണിങ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേവിയസ്റ്റ് സോഷ്യോ എക്കണോമിക് ക്രൈം. സത്യത്തിൽ ഇതൊരു വലിയ സോഷ്യോ എക്കണോമിക് ക്രൈം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം കോമൺ ഫുഡ് അഡൾട്രൻസ് ഏതൊക്കെയാണെന്ന്. സാധാരണ കാണുന്ന പല ഫുഡുകളിൽ പല ടൈപ്പിലുള്ള അഡൾട്രൻസ് മായം ചേർക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ദോഷകരമായ രീതിയിലുള്ള മായം ചേർക്കൽ തന്നെയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ മിൽക്കിൽ സാധാരണ അഡിഷൻ ഓഫ് വാട്ടർ, റിമൂവൽ ഓഫ് ഫാറ്റ്, അഡിഷൻ ഓഫ് സ്റ്റാർച്ച് ടു മേക്ക് മിൽക്ക് തിക്കർ, പാലിന് കട്ടി കൂടാൻ സ്റ്റാർച്ച് ചേർക്കുക, ഫാറ്റ് റിമൂവ് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മറ്റ് പല കെമിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് കൂടെ ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സാധാരണ മിൽക്ക് പൗഡർ, യൂറിയ, ഫോർമാലിൻ, ഡിറ്റർജൻറ്റുകളൊക്കെ പാലിൽ ചേർക്കുന്നുണ്ട്. ഇത് ക്യാൻസറിനും അക്യൂട്ട് റീനൽ ഫെയിലുവേഴ്സിനും ഒക്കെയാണ് കാരണമാകുന്നത്, ഇതിൻ്റെ ഹാംഫുൾ ഇഫക്ട്സ്. അപ്പോൾ വാട്ടർ ചേർക്കുമ്പോൾ അത് മിൽക്കിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കുറയുന്നു. കുട്ടികൾക്ക് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത പാല് കൊടുക്കുമ്പോൾ അതവർക്ക് ഹെൽത്ത് ഹസാർഡായിട്ട് തന്നെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കുറയുമ്പോൾ ഹെൽത്ത് ഹസാർഡുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബെൻസോയിക് ആസിഡും സാലിസിലിക് ആസിഡും ചേർക്കുന്നുണ്ട് പാലിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി, ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഇത് ആസ്മ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്നതിന് കാരണമാകും.
അതുപോലെ പലതരത്തിലുള്ള ഡിറ്റർജൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫോമിങ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു മിൽക്കിൽ. കൂടാതെ വൈറ്റ്നസ്സും തിക്നെസ്സും ഉണ്ടാക്കുന്നു. ഇറ്റ് കോസസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് റീനൽ പ്രോബ്ലം. അതുപോലെ യൂറിയ ആഡ് ചെയ്യുന്നുണ്ട്. അത് വൈറ്റ്നസ്സിനും അതുപോലെ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിനും അതുപോലെ സോളിഡ് ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ഇതിൽ വ്യത്യാസം വരുന്നതിന് വേണ്ടിയും യൂറിയ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ യൂറിയയുടെ അഡിഷൻ ഓവർ ബേർഡൻസ് കിഡ്നിക്കും റീനൽ ഫെയിലേഴ്സിന് കാരണമാകുന്നു. ഇത് കൂടാതെ തന്നെ ഫോർമാലിൻ ആഡ് ചെയ്യുന്നുണ്ട് ഷെൽഫ് ലൈഫ് നിലനിർത്താൻ. അത് ലിവറിനും കിഡ്നിക്കും ഡാമേജ് ഉണ്ടാക്കും. സ്റ്റാർച്ച് ക്വാണ്ടിറ്റിക്കും അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിന് വേണ്ടിയിട്ടും ഈ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നുണ്ട് സിന്തറ്റിക് മിൽക്കിൽ. ഇത് ഡയറിയയ്ക്കും ഡയബറ്റിസൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇനി നമുക്ക് എങ്ങനെ ഈ മിൽക്കിൽ അഡൾട്രൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഒരു പ്ലേറ്റ് ഒരു ചരിഞ്ഞ അതൊരു സർഫസ് ഏരിയ കൂടുതലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് മിൽക്ക് ഒരു ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒഴിക്കും. വെച്ചിട്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ചരിക്കുമ്പോൾ അതിങ്ങനെ താഴോട്ടത് പാസ് ചെയ്ത് വരുന്ന ആ ഒരു അതിൻ്റെ ഘടന നോക്കിയിട്ട് നമുക്ക് അതിൽ എത്രത്തോളം അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ആഡ് ചെയ്ത പാലാണെങ്കിൽ, അഡൾട്ടേർഡ് മിൽക്കാണെങ്കിൽ അത് ഒഴുകി വരുന്ന ലൈൻ കുറച്ച് തിന്നായിരിക്കും. അഡൾട്രൻ്റ് പ്യുവർ മിൽക്കാണെങ്കിൽ അത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ ആ ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇനി സ്റ്റാർച്ച് ആണ് അഡൾട്രൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ അയഡിൻ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർച്ചുള്ള മിൽക്കാണെങ്കിൽ അത് പെട്ടെന്ന് വൈറ്റ് കളർ ടേൺ ചെയ്ത് ബ്ലൂ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന അഡൾട്രൻസിനെ നമുക്ക് കണ്ടെത്താം. ഇനി ഡിറ്റർജൻ്റ് ആണെങ്കിൽ അതിനും ടെസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്. നമ്മൾ മിൽക്ക് എടുക്കുന്നു, അതിൽ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഡിറ്റർജൻ്റ് ആണ് അഡൾട്രൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഡെൻസ് ലെതറി നേച്ചർ അവിടെ ഫോം ചെയ്യും. പ്യുവർ മിൽക്കിലാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ളൊരു ഫോം ലെയർ മാത്രമേ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഡിറ്റർജൻറ്റ് നമ്മൾ അഡൾട്രൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ടെക്നിക്ക്. ഇനി അടുത്തതാണ് ഗീയിൽ നമുക്ക് അഡൾട്രൻസ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഡാൽഡയാണ്, മിക്സിംഗ് ഓഫ് ഡാൽഡ ആൻഡ് ആനിമൽ ഫാറ്റ്സ് സച്ചാസ് പിഗ്സ് ഫാറ്റ്. പിഗിൻ്റെ ഫാറ്റും ആനിമൽ ഫാറ്റും സാധാരണ ഗീയിൽ ചേർത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം പ്യുവർ ഗീക്ക് നല്ല വിലയുണ്ട്. നമുക്കൊരു ചീപ്പർ പ്രൈസിൽ ഗീ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ അഡൾട്രൻ്റൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെ കൂടാതെ തന്നെ ഒലിയോ മാർഗാരിൻ അല്ലെങ്കിൽ ലാഡ്, ആനിമൽ ഫാറ്റ് എന്ന് തന്നെ വിളിക്കും, ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. മാഷ്ഡ് പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ സ്റ്റാർച്ചൊക്കെ ഗീയിൽ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ ഹെൽത്ത് ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലീഡ്സ് ടു ക്യാൻസർ ഓർ അക്യൂട്ട് റീനൽ ഫെയിലർ. ക്യാൻസറും അക്യൂട്ട് റീനൽ ഫെയിലിയേഴ്സിനൊക്കെ കാരണമാകുന്നു. കൂടാതെ അർജിമോൺ ഓയിൽ യൂസ്ഡ് ടു അഡൾട്രേറ്റ് ഗീ ആൻഡ് ബട്ടർ ഈസ് ഹൈലി ടോക്സിക്. അപ്പോൾ മറ്റ് ആനിമൽസിൻ്റെ ഫാറ്റ് നമ്മൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പ്യുവർ ഗീയുടെ ക്വാളിറ്റി കുറയ്ക്കും. ഇത് മറ്റു തരത്തിലുള്ള ഡിസീസസിനൊക്കെ കാരണമാകും. ഇത് ലിംബ് പാരലൈസിസിനും ഡ്രോപ്സിക്കൊക്കെ കാരണമാകും. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ മറ്റ് വസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് തിരിച്ചറിയാം. നമ്മളിതുപോലെ നമ്മളൊരു സ്പൂൺ ഗീ എടുക്കുന്നു, ഒരു ട്രാൻസ്പെറൻറ്റ് ബൗളിലോട്ട് മാറ്റുന്നു, അതിൽ കുറച്ച് അയഡിൻ 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളർ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മാഷ്ഡ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെ സ്റ്റാർച്ച് കണ്ടൻറ്റുള്ള വസ്തുക്കൾ അഡൾട്രൻ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതാണ് മസ്റ്റേർഡ് സീഡ്സ് ഓർ ഓയിൽ. അപ്പോൾ
ഇതിനകത്ത് നമുക്ക് നോക്കാം. അർജിമോൺ സീഡ്സ് ആൻഡ് അഗ്രിമോൺ ഓയിൽ, ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന അഡൾട്രൻറ്റ്. മിനറൽ ഓയിൽ ഈസ് ഓൾസോ യൂസ്ഡ് ടു എഡിബിൾ ഓയിൽ. ഇതിൻ്റെ ഹെൽത്ത് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പിഡമിക് ഡ്രോപ്സി, ഗ്ലൂക്കോമ ഡ്യൂ ടു അർജിമോൺ, ക്യാൻസർ ഡ്യൂ ടു മിനറൽ ഓയിൽ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ മറ്റു പല കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാകും. ഈ പറഞ്ഞ പോലുള്ള ഗ്ലൂക്കോമയും ഡ്രോപ്സിയൊക്കെ ഉണ്ടാക്കും. നമ്മൾ വാങ്ങുന്ന ഈ മസ്റ്റേർഡ് സീഡ്സിൻ്റെയൊക്കെ ഓയിൽസിൽ ഇങ്ങനെയുള്ള അഡൾട്രൻസ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് മസ്റ്റേർഡ് സീഡിൽ നിന്ന് അർജിമോൺ സീഡ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മസ്റ്റേർഡ് സീഡ്സ് ഇൻ എ ഗ്ലാസ് പ്ലേറ്റ്, എക്സാമിൻ വിഷ്വലി ഫോർ ദ അർജിമോൺ സീഡ്സ്. അപ്പോൾ നമുക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മസ്റ്റേർഡ് സീഡ്സ് ആണെങ്കിൽ സ്മൂത്ത് സർഫസ് ആണ്, അത് പ്രസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് യെല്ലോ കളറായിരിക്കും. അർജിമോൺ സീഡ് ആണെങ്കിൽ ഗ്രെയിനി ആയിരിക്കും, റഫ് സർഫസ് ആയിരിക്കും, ബ്ലാക്ക് കളറായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ സീഡ്സ് നമുക്ക് നോക്കിയിട്ട് അതിനെ നമുക്ക്, അതായത് കടുകിലാണ് സാധാരണ ഇങ്ങനെ ഈ അർജിമോൺ സീഡ്സ് മിക്സ് ചെയ്യാറുള്ളത്. കടുകെണ്ണയിലും നമ്മൾ കടുക് ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ അഡൾട്രൻ്റായ അർജിമോൺ സീഡ് ചേർക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ കടുക് നമുക്ക് കുറച്ച് വീട്ടിലുള്ള എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അഡൾട്രൻ്റായ അർജിമോൺ സീഡാണെങ്കിൽ അത് ഇതുപോലെ ബ്ലാക്ക് കളറിൽ ആയിരിക്കും, റഫും ഗ്രെയിനിയും ഒക്കെ ആയിരിക്കും. പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റ് കളറായിരിക്കും, സർഫസ് ബ്ലാക്ക് കളറായിരിക്കും. പക്ഷെ അർജിമോൺ സീഡ് അങ്ങനെയല്ല, മസ്റ്റേർഡ് സീഡ് അങ്ങനെയല്ല, സ്മൂത്ത് സർഫസ് ആയിരിക്കും, അതിൻ്റെ അകത്ത് യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. ഇനി ഷുഗറിലും സോൾട്ടിലും ധാരാളം അഡൾട്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ക് പൗഡർ, വൈറ്റ് സാൻഡ്, വാഷിംഗ് സോഡ, പ്ലാസ്റ്റിക് ക്രിസ്റ്റൽസ്, യൂറിയ, വൈറ്റ് യെല്ലോ കളർ, റവ, സൂചി, സ്റ്റോൺസ്, ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ഇഫക്ട്സ് എന്ന് വെച്ചാൽ ചോക്ക് പൗഡർ ടോക്സിക് അല്ല, പക്ഷേ അത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതുപോലെ വാഷിംഗ് സോഡ ഡയറിയ ഉണ്ടാക്കാം, നോസിയയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാക്കും. ഇനി നമുക്ക് എങ്ങനെ ഈ അയഡൈസ്ഡ് സോൾട്ടിൽ ഈ വൈറ്റ് പൗഡർ ചേർത്തിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ഒരു പാത്രത്തിലോട്ട് സോൾട്ട് മിക്സ് ചെയ്യുന്നു, വെള്ളം ഒഴിച്ചു. പുവർ സോൾട്ട് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും. പക്ഷെ അതിൽ എന്തെങ്കിലും അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ക്ലൗഡി ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള അഡൾട്രൻ്റ് കണ്ടുപിടിക്കാം. ചോക്ക് പൗഡർ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പഞ്ചസാരയിലെയും സോൾട്ടിലെയും നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ചോക്ക് പൗഡറോ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ക്ലൗഡി ആയിരിക്കും, അല്ലെങ്കിൽ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇനി ടീ പൗഡറിൽ തേയിലയിൽ ധാരാളം അഡൾട്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ടീ ലീവ്സ്, ഡൈ ഓർ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അയൺ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഇരുമ്പിൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീ ലീവ്സ് ആർ ഓഫൺ അഡൾട്ടേർഡ് വിത്ത് അയൺ ഫ്ലേക്സ് ടു ഇൻക്രീസ് ദെയർ വെയ്റ്റ്. ഓൾറെഡി തന്നെ തേയിലപ്പൊടിയിൽ ഈ പറഞ്ഞ പോലെ അയണിൻ്റെ ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് വെയിറ്റ് കൂടാൻ. അപ്പോൾ സാധാരണ നമ്മൾ ലൂസ് ടീയിലാണ് ഏറ്റവും കൂടുതൽ അഡൾട്രൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല പാക്കറ്റിലുള്ള ടീ പൗഡർ വാങ്ങുമ്പോൾ അതിനകത്ത് അഡൾട്രൻസ് വളരെ കുറവായിരിക്കും. കൂടാതെ തന്നെ കടകളിൽ നിന്നൊക്കെ ഈ ഉപയോഗിച്ച ശേഷമുള്ള ചായപ്പൊടി കൊണ്ടുപോയി അതിൽ കോൾ ടാർ ഡൈയും മറ്റുള്ള ഫ്ലേവറിങ് ഏജൻസൊക്കെ ആഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. അത് ക്യാൻസറിനും ടെറ്റനസിനും ഒക്കെ കാരണമാകുന്നു. ഇത് നമുക്ക് കണ്ടെത്താം. ഇങ്ങനെ ഈ ടീ ലീവ്സിൽ അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ. നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് ഈ ലീവ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കുക, കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൽ അതിൻ്റെ കളേഴ്സ് ഇറങ്ങുന്നത് കാണാം. മറ്റ് ഒറിജിനൽ ടീ പൗഡറിൽ അങ്ങനെ കളറ് വരാതെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ നമ്മൾ അതിനകത്ത് അഡൾട്രൻ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുപോലെ കോഫിയിലും ധാരാളം അഡൾട്രൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ധാരാളം ടമരിൻഡ്, ഡേറ്റ് സീഡ്, ചിക്കറി പൗഡറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ടമരിൻ സീഡും ഡേറ്റ് സീഡൊക്കെ അതിൻ്റെ പൗഡറാണെങ്കിൽ ഡയറിയ ഉണ്ടാക്കും.
ചിക്കറി പൗഡർ ആണെങ്കിൽ സ്റ്റൊമക്ക് ഡിസോർഡറും ഗിഡിനെസ്സും ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാകും. അപ്പോൾ സാധാരണ നമുക്ക് വളരെ വില കുറച്ച് കിട്ടുന്ന ചീപ്പ് കോഫി പൗഡറിലൊക്കെ ഈ പറഞ്ഞ പോലെ മെയ്സ്, സോയാബീൻ, ഷുഗർ, അക്കൈ സീഡൊക്കെ പൊടിച്ച് ചേർക്കാറുണ്ട്. ഇതൊക്കെ വലിയ ഹാംഫുൾ അല്ല, പക്ഷേ അത് അതിൻ്റെ ക്വാളിറ്റിയെ അതിൻ്റെ ടേസ്റ്റിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ ചില്ലി പൗഡറിലും അഡൾട്രൻസായ സുഡാൻ റെഡ് ബ്രിക്ക് പൗഡർ, ഗ്രിറ്റ്, സാൻഡ്, ഡേർട്ട്, നോൺ പെർമിറ്റഡ് കളേഴ്സ്, സോഡസ്റ്റൊക്കെ ആഡ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഫ്രൈസൊക്കെ അതിൽ നല്ല റെഡ് കളറിൽ കറീസൊക്കെ ഇരിക്കും. അവർ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻസൊക്കെ ആഡ് ചെയ്ത് ചില്ലി പൗഡേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രിക്ക് പൗഡറും സോഡസ്റ്റും ഒക്കെ ആണെങ്കിൽ സ്റ്റൊമക്ക് ഡിസോർഡേഴ്സും കാർസിനോജനിക് കോമ്പൗണ്ട്സൊക്കെയാണ്. ഇതൊക്കെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2 പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളത്തിലോട്ട് ചില്ലി പൗഡർ നമ്മൾ കലക്കുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും കളേഴ്സും ആണെങ്കിൽ ആ വാട്ടറിൻ്റെ കളറ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. പക്ഷേ ഒറിജിനൽ ചില്ലി പൗഡർ ആണെങ്കിൽ അതിങ്ങനെ സർഫസിൽ പൊങ്ങിക്കിടക്കും. അതിലങ്ങനെ കളർ ചേഞ്ചസ് ഒന്നും വരില്ല. ഇനി ടെർമറിക് പൗഡറിൽ ധാരാളം അഡൾട്രൻ്റ് ചേർക്കുന്നുണ്ട്. യെല്ലോ അനിലീൻ ഡൈ, നോൺ പെർമിറ്റഡ് കളറൻസ് ലൈക്ക് മെറ്റാനിൽ യെല്ലോ, ടപ്പിയോക്ക സ്റ്റാർച്ച്, ലെഡ് ക്രോമേറ്റ് പൗഡറൊക്കെ ഇത് ധാരാളം ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോ അനിലീൻ ഡൈ ആണെങ്കിൽ കാർസിനോജനിക് ആണ്. നോൺ പെർമിറ്റഡ് കളേഴ്സായ മെറ്റാനിൽ യെല്ലോ ഹൈലി കാർസിനോജനിക് ആണ്. ടപ്പിയോക്ക സ്റ്റാർച്ച് സ്റ്റൊമക്ക് ഡിസോർഡർ ഉണ്ടാക്കും. ലെഡ് ക്രോമേറ്റ് ആഡ് ചെയ്താൽ അത് സ്പൈസസ് ആയിട്ട് നിൽക്കുകയും അത് ധാരാളം അനീമിക്കും പാരാലിസിസും ബ്രെയിൻ ഡാമേജും അബോർഷൻസൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് ടെർമറിക് പൗഡർ ഇട്ട് മിക്സ് ചെയ്താൽ ആ വാട്ടറിൻ്റെ കളറ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ അഡൾട്രൻ്റ് ഉള്ളതെല്ലാം മുകളിൽ പൊങ്ങിക്കിടക്കുകയും നമ്മുടെ ഒറിജിനൽ ടെർമറിക്ക് സെറ്റിൽ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് അഡൾട്രൻ്റ് കണ്ടുപിടിക്കാം. സ്വീറ്റ്സിൽ ഇത് കൂടാതെ തന്നെ സ്വീറ്റ്സിൽ ധാരാളം അഡൾട്രൻ്റ് ചേർക്കുന്നുണ്ട്. നോൺ പെർമിറ്റഡ് കളേഴ്സ്, പെർമിറ്റഡ് ഫുഡ് കളർ എന്ന് പറഞ്ഞിട്ട് അതിൽ മെറ്റൽ യെല്ലോ അതിനൊരു ലിമിറ്റുണ്ട്. ആ സേഫ് ലിമിറ്റിന് അധികമായിട്ട് ചേർക്കുന്നുണ്ട്. അത് അലർജി, ഹൈപ്പർ ആക്ടിവിറ്റി, ലിവർ ഡാമേജും ഇൻഫെർട്ടിലിറ്റി, അനീമിയ, ക്യാൻസർ, ബർത്ത് ഡിഫക്റ്റൊക്കെ ഉണ്ടാക്കാം. ഇന്ന് കടയിൽ അവൈലബിളായ പലതരം മധുര പലഹാരങ്ങളിലും കണക്കിൽ കൂടുതൽ ഈ പെർമിറ്റഡ് കളേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അടുത്തത് പോൾട്രിയിലും ഫിഷിലും ഇതുപോലെ തന്നെ ഫിഷും മീറ്റും ചീത്തയാവാതിരിക്കാൻ ഫോർമാലിനും മറ്റു തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള ഇഞ്ചൂറിയസ് ആണ് ഹെൽത്തിന്. പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, ആസ്മ, സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാക്കും. അൺഹൈജീനിക് മീറ്റ് പ്രോഡക്റ്റും ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു, ഫീവറും ചിൽസും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മെർക്കുറി കണ്ടാമിനേറ്റഡ് ഫിഷ് ആണെങ്കിൽ ബ്രെയിൻ ഡാമേജും പാരാലിസിസും ഈവൻ ഡെത്ത് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടാതെ പിന്നെ ഇതിൽ പറയുന്ന മറ്റു പല അഡൾട്രൻസ് ആണ്. റൈസിലും വീറ്റിലും സ്റ്റോൺ ചിപ്സും മഡും ഒക്കെ വെയിറ്റ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. മാവിൽ ഫ്ലോർസിലാണെങ്കിൽ വീറ്റ് ഫ്ലോറിൽ സോപ്പ്, സ്റ്റോൺ പൗഡർ, ചീപ്പർ ഫ്ലോവേഴ്സ് ലൈക്ക് മെയ്സ് ഫ്ലോറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ പലതരത്തിലുള്ള അഡൾട്രൻസ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹണിയിൽ ഷുഗർ, ജാഗരി, പഞ്ചസാരയൊക്കെ തിളപ്പിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു അഡൾട്രൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അഡൾട്രൻസ് അതുപോലെ ഐസ്ക്രീമിൽ വാഷിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. നമുക്ക് ഐസ്ക്രീം കുറച്ച് എടുത്തിട്ട് അതിലോട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അതിൽ വാഷിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞു, ഹണിയിൽ പറഞ്ഞു. ഹണിയിൽ അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു കോട്ടൺ വിക്ക് എടുത്തിട്ട് നമ്മൾ പ്യുവർ ഹണിയിൽ മുക്കിയിട്ട് അത് ബേൺ ചെയ്താൽ അതിൽ അഡൾട്രൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡൾട്രൻ്റ് വാട്ടറാണ് ആഡ് ഉണ്ടെങ്കിൽ അത് ബേൺ ചെയ്യില്ല. അതൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും. ഇനി ഇതിനകത്ത് വേറുള്ള അഡൾട്രൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കത്തുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ വെജിറ്റബിൾസിൽ ധാരാളം ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്
ധാരാളം അഡൾട്രൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. മെലാക്കൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ് നമുക്കത് ഇതിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നറിയാൻ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അത് നമ്മൾ മോയിസ്റ്റൻ്റ് ആയിട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് വൈറ്റ് ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നമ്മളതിനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പറിൽ മാലക്കൈറ്റ് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് പിടിക്കുന്നതായിട്ട് കാണാം. നമുക്കറിയാം ഇപ്പോൾ കടയിൽ നമുക്ക് വാങ്ങാൻ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്. ഗ്രീൻ പീസ് പാക്കറ്റിൽ നമുക്ക് പച്ച ഗ്രീൻ പീസ് കിട്ടും. അത് നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടുമ്പോൾ തന്നെ ഈ മാലക്കൈറ്റ് ഗ്രീനാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ വലിയൊരു അഡൾട്രൻ്റാണ്. അത് ഫ്രഷായിട്ട് കളറായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ കുരുമുളകിൽ ധാരാളം പപ്പായ സീഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മൾ ഒരു ആൽക്കഹോളിലോട്ട് നമ്മൾ ഈ കുറച്ച് കുരുമുളക് ഇടുകയാണെങ്കിൽ പപ്പായ സീഡാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ അതിൽ ബ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ് കാണാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് അഡൾട്രൻ്റ് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ സാഫ്രോൺ കുങ്കുമപ്പൂവിലാണെങ്കിൽ ധാരാളം കളേർഡ് ഡ്രൈഡ് ടെൻഡ്രിൽസ് ഓഫ് മെയ്സ് കോബ്, ചോളത്തിൻ്റെ ഉണങ്ങിയ ടെൻഡ്രിൽസ് ആഡ് ചെയ്യും. അത് സാഫ്രോൺ ആണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കും. അപ്പോൾ പ്യുവർ സാഫ്രോൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ആർട്ടിഫിഷ്യൽ സാഫ്രോൺ പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കാൻ പറ്റില്ല. പ്യുവർ സാഫ്രോൺ ആണെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാഫ്രോൺ കളേഴ്സൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുമിൻ സീഡ് നമ്മുടെ ജീരകം, അതിലും ധാരാളം ഗ്രാസ് സീഡുകളും ചാർക്കോൾ ഡസ്റ്റൊക്കെ കളർ ചെയ്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതും ഇതിൽ വരുന്ന അഡൾട്രൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനെ അഡൾട്രേഷൻ അല്ലെ ഫുഡിനെ അഡൾട്ടഡ് ആക്കുന്നത്? ടു ഏൺ മോർ പ്രോഫിറ്റ്, ധാരാളം പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി. പിന്നെ ലോവർ പ്രൈസസിൽ ട്രേഡ് കൂട്ടുന്നതിന് വേണ്ടി, ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് സപ്ലൈക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് കോസ്റ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റ് കോമ്പറ്റീഷൻ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ വില കൂടുതൽ അസംസ്കൃത വസ്തുക്കളുടെ, അതുപോലെ ക്വാളിഫൈഡ് പേഴ്സണലായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ അഭാവം മൂലം, അതുപോലെ ഇന്നഡിക്വേറ്റ് നോളജാണ് ഇതിൻ്റെ കോൺസിക്വൻസസും ഇതുമായിട്ടുള്ള ഫുഡ് സേഫ്റ്റി റിസ്ക്കൊക്കെ കുറിച്ചുള്ള അറിവില്ലായ്മ, ലാക്ക് ഓഫ് അവെയർനെസ് ആൻഡ് അപ്ഡേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ അഡൾട്രേഷൻ റിലേറ്റഡ് ഫുഡ് സേഫ്റ്റി ഔട്ട്ബ്രേക്ക്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അഡൾട്രൻ്റ് ആക്കുന്നതിനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് അഡിറ്റീവ്സും ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ട്. ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് പ്രോസസ്ഡ് ഫുഡിൽ ആഡ് ചെയ്യുന്നു. ഇത് ടു എൻഹാൻസ് ഓർ റീറ്റെയിൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് ടെക്സ്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടി, ടേസ്റ്റ്, ഫ്ലേവർ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഫുഡ് അഡിറ്റീവ്സ്. അത് ചില കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ടു കൺട്രോൾ ദ സ്പോയിലേജ് ആൻഡ് എൻഹാൻസ് ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രോസസ്ഡ് ഫുഡ്. ഇത് ഫുഡ് ചീത്തയാകുന്നത് തടയുന്നതിനും അതിൻ്റെ ഷെൽഫ് ലൈഫ് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സമയപരിധി കൂട്ടുന്നതിനുമാണ് ഫുഡ് അഡിറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സാധാരണയുള്ള ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ്, ഇമൾസിഫയേഴ്സ് ഓർ സ്റ്റെബിലൈസേഴ്സ്, പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിൽ അത് ബൾക്കിംഗ് ഏജൻസ് ആയിട്ട് അറിയപ്പെടുന്നു. ഇമൾസിഫയേഴ്സ് ഓർ സ്റ്റെബിലൈസേഴ്സ് ആണെങ്കിൽ അത് ആസിഡ് റെഗുലേറ്റേഴ്സ് ആണ്. പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫ്ലേവർ എൻഹാൻസേഴ്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് എന്ന് പറയുമ്പം ഗ്ലേസിങ് ഏജൻസ്. ഇതൊക്കെയാണ് സാധാരണ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട്. ഈ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നുണ്ട്, ബൾക്കിംഗ് ഏജൻസ്, എമൾസിഫയേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ആസിഡ് റെഗുലേറ്റേഴ്സ്, ഇങ്ങനെ ഒരു പല തരത്തിലുള്ള എൻഹാൻസേഴ്സ്, അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ അഡിറ്റീവ്സും അഡൾട്രൻ്റ് അല്ല, പക്ഷേ അതൊരു സ്പെസിഫിക് ലിമിറ്റിലധികം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡൾട്രൻ്റ് ആയിട്ട് മാറുകയും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് കൺസ്യൂമറിന് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഓൾ അഡിറ്റീവ്സ് ആർ നോട്ട് അഡൾട്രൻ്റ് അൺടിൽ റിപ്പോർട്ടഡ് ഔട്ട്ബ്രേക്ക് ഓഫ് ഫുഡ് സേഫ്റ്റി ഇഷ്യൂ ഒക്കെ. ആ ഫുഡ് സേഫ്റ്റിയുടെ ഔട്ട്ബ്രേക്കിന് അപ്പുറത്തോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് അഡൾട്രൻ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഈ അഡിറ്റീവ്സ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും.
സിന്തറ്റിക് കളേഴ്സ് നമുക്കറിയാം പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഹാംഫുള്ളാണ്. ടാർട്രാസിൻ ഇസ് എ സിന്തറ്റിക് ലെമൺ യെല്ലോ അസോ ഡൈ പ്രൈമർലി യൂസ്ഡ് ആസ് എ ഫുഡ് കളറിങ്. നമുക്കറിയാം മഞ്ഞ കളറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ലെമൺ യെല്ലോ അസോ ഡൈ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇ നമ്പർ E102. ഇറ്റ്സ് എ കളറിങ് ഏജൻറ്റ് ക്യാൻ കോസ് ഇച്ചിങ്, അർട്ടിക്കേറിയ, റണ്ണി നോസ് ആൻഡ് ആസ്മ. അതുപോലെ സാക്കറിൻ ആൻഡ് സൈക്ലമേറ്റ് യൂസ്ഡ് ആസ് ദ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് കോസ് ക്യാൻസർ ഓഫ് യൂറിനറി ബ്ലാഡർ ഇൻ ലോങ് റൺ. അമിതമായിട്ട് നമ്മൾ ഈ സാക്കറിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കൂടാതെ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്സ് ഇൻ പാക്കേജ്ഡ് മീറ്റ് മേ കോസ് സ്റ്റൊമക്ക് ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സ്. അതുപോലെ തന്നെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് MSG. യൂസ്ഡ് ആസ് എ ഫുഡ് ഫ്ലേവർ എൻഹാൻസർ കോസസ് സെവറൽ സിവിയർ ഹെഡേക്ക്, നോസിയ, ഒക്കേഷണലി ചെസ്റ്റ് ടൈറ്റ്നസ്, ബേണിംഗ് സെൻസേഷൻ ആൻഡ് ആസ്മാറ്റിക് അറ്റാക്ക്. ലോങ് ടേം യൂസ് റിസൾട്ട്സ് ഇൻ ഡാമേജ് ടു ബ്രെയിൻ. അതുപോലെയുള്ളതാണ് അടുത്തത്. സോഡിയം മെറ്റാ ബൈസൾഫേറ്റ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആർ യൂസ്ഡ് ഇൻ ഡ്രൈ ഫ്രൂട്ട്സ്, വൈൻസ് ആൻഡ് ബെയേഴ്സ് ടു പ്രിവെൻറ്റ് ഡിസ്കളറേഷൻ ആൻഡ് സ്പോയിലേജ്. അപ്പോൾ ഇതൊക്കെ ചീത്തയാവാതിരിക്കാൻ ഈ സോഡിയം മെറ്റാ ബൈസൾഫേറ്റും സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റ് പല ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാക്കും. സൾഫർ ഡയോക്സൈഡ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. ഇറ്റ് മേ കോസ് ബ്രീതിങ് ആൻഡ് ഹേർട്ട് പ്രോബ്ലംസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ഇങ്ങനെ അമിതമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അഡൾട്രൻ്റ് ആഡ് ചെയ്തപ്പോൾ അതിനെതിരെ വന്ന ഒരു ആക്റ്റാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. അപ്പോൾ ഇനാക്റ്റഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ് 1954. ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയതാണ്. അമെൻഡഡ് ഇൻ 1964, 76 ആൻഡ് 86. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻഷുറിങ് പ്യുവർ ആൻഡ് വോൾസം ഫുഡ് ടു ദ കൺസ്യൂമർ. കൺസ്യൂമറിന് നല്ല ശുദ്ധതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഹാര പദാർത്ഥം കിട്ടുക, ലഭ്യമാക്കുക. പ്രൊട്ടക്റ്റ് ദ കൺസ്യൂമേഴ്സ് ഫ്രം ഫ്രോഡുലൻറ്റ് ആൻഡ് ഡിസപ്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. കൺസ്യൂമറിനെ മറ്റ് കൃത്രിമം ആയിട്ടുള്ള കച്ചവട ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറ്റുക, സംരക്ഷിക്കുക. ഇനി ഇതിലുള്ള പണിഷ്മെൻറ്റ് നമുക്ക് നോക്കാം. കേസ് ഓഫ് പ്രൂവൺ അഡൾട്രേഷൻ, എവിടെയെങ്കിലും അഡൾട്രേഷൻ ആഡ് ചെയ്തായിട്ട് തെളിഞ്ഞാൽ 6 months ഇംപ്രിസ്മെൻറ്റ് ആൻഡ് ഫൈൻ ഫോർ Rs 1000. 6 മാസത്തെ തടവും 1000 രൂപ പിഴയും. ഇനി ഗ്രീവിയസ് ഹർട്ട് ഓർ ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ്, ജീവിതകാലം മുഴുവൻ തടവും 5000 രൂപ പിഴയും. പക്ഷേ ഈ നിയമങ്ങളിലൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകാം. Organ of joint FAO or WHO Food Standard Program formulate standard for international market. Food standard in India are based on this. അപ്പോൾ ഫുഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ PFA സ്റ്റാൻഡേർഡും അക്മാർക്ക് സ്റ്റാൻഡേർഡും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡും കൊഡക്സ് അലിമെൻറ്റാറിയസ് എന്ന് പറഞ്ഞത് WHO-യും FAO-യും ഒക്കെ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ്. അപ്പോൾ ഇതൊക്കെ നേടിയിരിക്കണം. അപ്പോൾ PFA എന്ന് പറയുമ്പോൾ ടു ഒബ്റ്റെയിൻ മിനിമം ലെവൽ ഓഫ് ക്വാളിറ്റി ഓഫ് ഫുഡ് സ്റ്റഫ്സ് ഒബ്റ്റെയിൻ അണ്ടർ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമ്മളേതെങ്കിലും ഒരു ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ PFA സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ലെവൽ ഓഫ് ക്വാളിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത ഫുഡാണെന്ന് നമുക്ക് പറയാം. അതുപോലെ അക്മാർക്ക് സ്റ്റാൻഡേർഡ് കൺസ്യൂമേഴ്സിന് അതിൻ്റെ ക്വാളിറ്റിയെ ഉറപ്പ് നൽകുന്നതാണ്. അതുപോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടിയാണ് ഫുഡിൻ്റെ ക്വാളിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റാൻഡേർഡുകൾ അവരൊക്കെ ഫുഡ് സ്റ്റാൻഡേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ഇവർക്ക് ചില ലോഗോകളുണ്ട്. ആ ലോഗോയാണ് കോഡക്സ് അലിമെൻറ്റാറിയസ്, ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ്, PFA, FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം ഈ IS ഈ മുദ്രകളുള്ള ഫുഡുകളൊക്കെ ക്വാളിറ്റി, ഗുണമേന്മ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്.
ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI അവർ പറയുന്നത്, അവർ ഇത് നിലവിൽ കൊണ്ടുവന്ന 2006 മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അവർ പറയുന്നത് ലേയിങ് ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ആൻഡ് ടു റെഗുലേറ്റ് ദെയർ മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട് ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് വോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതുപോലെ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്, ആഹാര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാറ്ററും അവർ കണക്കിലെടുക്കും. മൾട്ടി ലെവൽ മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റൽ കൺട്രോളാണ്. അതുപോലെ ഫുഡ് റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഓർഡേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്. FSSAIയുടെ കീഴിൽ ഈ പറയുന്ന അത്രയും ഫുഡ് റെഗുലേഷൻസ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ദ ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ, ദ മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ, ദ എഡിബിൾ ഓയിൽ പാക്കേജിംഗ് ഓർഡർ, ദ വെജിറ്റബിൾ ഓഫ് പ്രോഡക്ട്സ് ഓർഡർ, ദ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓർഡർ, ദ സോൾവെൻറ്റ് എക്സ്ട്രാക്റ്റഡ് ഓയിൽ, ഡി-ഓയിൽഡ് മീറ്റ് ആൻഡ് എഡിബിൾ ഫ്ലോർ, അതുപോലെ എനി അതർ ഓർഡർ ഇഷ്യൂഡ് അണ്ടർ ദ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. അപ്പം മറ്റെന്തെങ്കിലും അത്യാവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷനും ഇവരുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ഷനും ഇവരുടെ ഒരു ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.